ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ കരുതുന്നു. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് മുന്നത്തെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഓൾറെഡി നമ്മളൊരു ട്രിപ്പ് പോകുന്നതിൻ്റെ വീഡിയോസായിരുന്നു കഴിഞ്ഞ രണ്ടിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മൂന്നാർ, വാഗമൺ അങ്ങനെ നമ്മൾ പ്ലേസസിൽ പോകുന്നതിൻ്റെ വീഡിയോസായിരുന്നു ഇട്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്തൊക്കെയുള്ള പ്ലേസസ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പ് സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇതോടുകൂടി ട്രിപ്പ് സീരീസ് എൻഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അതിരപ്പള്ളിയാണ്. അതിരപ്പള്ളി പിന്നെ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള കുറച്ച് സ്പോട്ട്സൊക്കെ നമ്മൾ പോയി കാണുന്നുണ്ട്. വാഴച്ചാൽ, അങ്ങനെ കുറച്ച് എല്ലാം വെള്ളമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം വീഡിയോസ് കാണാത്തവരൊക്കെ പോയി കാണണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ്. പിന്നെന്താ, പോകുന്ന വഴിക്കൊക്കെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഫോറസ്റ്റിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ ഇന്നലെ ഒരിടത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ചെയ്തതിന് ശേഷം രാവിലെ എണ്ണീറ്റിട്ടാണ് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ചധികം നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാ പ്ലേസസും പോയി കവർ ചെയ്തിട്ട് തിരിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ടൈം എവിടെയും കളയാനില്ലായിരുന്നു. അപ്പോൾ പോകുന്നിടത്തൊക്കെ അത്യാവശ്യം നമുക്ക് കാണണമല്ലോ. അപ്പം അതുകൊണ്ട് എവിടെയും ടൈം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എണ്ണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് സ്ലോയിലൊക്കെയാണ് പോയത്. പോകുന്ന വഴിയിൽ ഇനിയുണ്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ഈ പശുവിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും കാണുമ്പോൾ നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. കാരണം ഫുള്ള് മരങ്ങളും പച്ചപ്പും എല്ലാം കൂടെ ആയതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ട്രിപ്പിലാണെങ്കിലും നല്ല ക്ലൈമറ്റും പിന്നെ കുറേ തേയിലത്തോട്ടവും എല്ലാം കണ്ടതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കൊരു മയിലിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് കാറിലിരുന്നതിനടുത്തൊരു ക്ലിപ്പാണിത്. പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ പോകുന്ന വഴിക്ക് ഇതാണ്ട് കുറേ പശുക്കളെ കണ്ടിട്ടുണ്ട്. കാരണം ഈ വഴിയിൽ ഫുള്ള് പശുക്കളാണെന്ന് തോന്നുന്നു. കണ്ടത് മൊത്തം പശുക്കളെയാണ്. ആനയൊക്കെ കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആനേനെയൊന്നും കാണാൻ പറ്റിയില്ല. ആനേനെയൊക്കെ കാണണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല. ഫുള്ള് പശു. പിന്നെ മയിലിനെയും കൂടെ കാണാൻ പറ്റി, അതൊരു സന്തോഷമാണ്. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ എണ്ണപ്പനകളുണ്ടായിരുന്നു. രണ്ട് സൈഡിലും എണ്ണപ്പനകൾ. അത് നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ചധികം പോകുന്ന സമയത്ത് ഇതുപോലെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മരങ്ങളും എല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഇത് ഫുള്ള് എണ്ണപ്പനകളായിരുന്നു രണ്ട് സൈഡിലും. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ വേറെയും ഡിഫറെൻറ്റ് ട്രീസും എല്ലാം ഉണ്ട്. പക്ഷേ ഇത് തന്നെ ആ വഴിയുടെ രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഒരു മനോഹരമായിരുന്നു. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി എത്താറായിട്ടുണ്ട്. ദാണ്ടെ എത്താനായിട്ടുള്ള അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിരപ്പള്ളിയിലോട്ട് സ്വാഗതം എന്നുള്ള രീതിക്കുള്ള ബോർഡാണിത്. അപ്പം അവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ എവിടെയും ടിക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വാഴശാല പോകണമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എൻട്രി ഫീസൊന്നും കൊടുക്കാണ്ട് ഈ ഒരു ടിക്കറ്റ് തന്നെ മതി നമുക്ക് അവിടെയുള്ള ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോകാനായിട്ട്. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും രാവിലെ ആകുമ്പം നമുക്ക് അത്ര അങ്ങോട്ട് റഷ് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് എല്ലാവരും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു. ചെറുതായിട്ടേ ഉള്ളായിരുന്നു. നമുക്ക് പക്ഷെ നടന്ന് പോകാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങോട്ട് വാട്ടർഫാളിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അവിടുന്ന്. അപ്പം നമ്മൾ ഓൾറെഡി ഒരു കുടയൊക്കെ എടുത്ത് കൈവച്ചിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ നമുക്ക് നടന്നൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയാണ്. ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് സൈഡിൽ പിടിച്ച് പോകാനും അല്ലെങ്കിൽ നടുക്കൂടെ നല്ല രീതിയിൽ നടന്നു പോകാനൊക്കെ പറ്റുന്ന വഴിയായിരുന്നു. നമ്മൾ താഴെ ഇങ്ങ് എത്തിയപ്പോഴത്തേക്കിനും കുറച്ച് നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയുള്ള ഷോപ്പിൽ കയറി നിന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ താഴോട്ട് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്നിടത്തു നിന്ന് ദൂരെ നിന്ന് വാട്ടർഫോൾ കണ്ടതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് നടന്ന് വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്.
പക്ഷേ വെള്ളം ഉണ്ട് എങ്കിൽ വെള്ളമില്ല എന്നുള്ള രീതിക്കായിരുന്നു. ഒത്തിരി വെള്ളമില്ല എങ്കിലും വെള്ളമുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇത് നമ്മൾ കുറച്ച് ദൂരത്ത് നിന്ന് ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എടുത്തതാണ്. വെള്ളം അങ്ങോട്ടേക്കും ഉണ്ട്. ഈ ഒരു ടൈം ആയതുകൊണ്ട് അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നിന്ന് ഫോട്ടോസായാലും വീഡിയോസായാലും ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു, അധികം റഷ് ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ ഇത് നല്ല കുറച്ച് മാറി നിന്നിട്ട് ഫുള്ളായിട്ടുള്ള വ്യൂ ആണിത്. ഫുള്ള് കവർ ചെയ്ത് വരുന്ന വ്യൂ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൻ്റെ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പാലൊഴുകി വരുന്ന പോലൊരു ഫീലാണത് കാണുമ്പോൾ. അങ്ങനെ നമ്മൾ വാട്ടർഫാളിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ അടുത്തായതുകൊണ്ട് ക്യാമറയിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ വന്ന് വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്ര ക്ലാരിറ്റി ആ ഒരു പോർഷനിൽ കിട്ടാത്തത്. വെള്ളം വന്നിങ്ങനെ വീഴുന്നത് അതിനകത്ത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ അടുത്ത് നിന്നും കുറച്ച് എല്ലാ ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റുമല്ലോ, അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇറങ്ങിയതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് മുകളിൽ നിന്ന് കണ്ടു. കാല് നനയ്ക്കാൻ പോലും ഇറങ്ങിയിട്ടില്ലായിരുന്നു, ജസ്റ്റ് കണ്ട് വന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കണ്ടിട്ട് തിരിച്ച് മേളിലോട്ട് പോവാണ്. നമ്മൾ ഈ മെയിനായിട്ടുള്ള വാട്ടർഫോൾ കാണണമെങ്കിൽ അവിടെ നിന്ന് കുറച്ചധികം താഴോട്ട് ഇറങ്ങി നടന്നു വരണം. അത് ചെറിയൊരു വഴിയാണെങ്കിലും നമുക്ക് പിടിച്ചും ഒക്കെ നടന്നിറങ്ങി വരാൻ പറ്റും. അതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏരിയാസൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കുറച്ച് സ്ഥലങ്ങൾ വരുമ്പം ചെറിയ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പതുക്കെ ഇറങ്ങി വരാം. അതുപോലെ തിരിച്ച് കയറി പോകുമ്പോഴാണെങ്കിലും അതുപോലെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ നമുക്ക് പതുക്കെ കയറിപ്പോവാം. അങ്ങനെ നമ്മൾ തിരിച്ച് മേളിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ദാണ്ട് ഈ ഒരു വെള്ളം ഒഴുകി പോകുന്നതാണ് നമ്മൾ മുന്നേ താഴെ നിന്ന് കണ്ട വാട്ടർഫോൾസിൻ്റെ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളമാണ് ഒഴുകി താഴോട്ട് പോകുന്നതാണ് നമ്മൾ ആ വാട്ടർഫോളായിട്ട് കാണുന്നത്. അവിടെ കുറേ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അവരവരുടെ വീട്ടിലൊക്കെ വിളിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മളവിടെ നടന്ന് തിരിച്ചിറങ്ങിയിട്ട് അടുത്ത വാഴശാലയിലോട്ട് പോകുമായിരുന്നു. ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ വേറൊരു വാട്ടർഫോളുണ്ട്, ചാർപ്പ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോൾ. അപ്പോൾ അത് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ആ ഒരു ബ്രിഡ്ജ് കണ്ടപ്പം നല്ല ഭംഗി തോന്നി. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വാഴശാലയിലെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയും ടിക്കറ്റൊന്നും എടുക്കേണ്ട വന്നില്ല, കാരണം ആ ഒരു മെയിനായിട്ടൊരു ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമുക്ക് എല്ലായിടത്തും എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ കുറേ വണ്ടികളുണ്ട്, എല്ലാ വണ്ടികളുടെ മേലും കുരങ്ങന്മാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടേക്കും അവിടേക്കും കാണാൻ ഇറങ്ങിപ്പോകാൻ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. പിന്നെ ക്ലൈമറ്റൊക്കെ നല്ലതായതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവരവിടെ നമ്മൾ പ്ലാസ്റ്റിക്കൊന്നും ഇടരുത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടവും ക്ലീനായിട്ട് ഓൾറെഡി അവിടെ എല്ലാവരും നല്ല നീറ്റാക്കിയിട്ടേക്കുവാണ്. അപ്പം നമ്മൾ വന്നിട്ട് പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ട് അവിടെ വൃത്തികേടാക്കരുത്. അതുകൊണ്ടാണ് അവരെല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എഴുതിയിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ചെറിയൊരു പാർക്ക് പോലൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അത് കൊച്ചു കുട്ടികളൊക്കെ വരുവാണെങ്കിൽ അവർക്കൊന്ന് റിലാക്സ് ആകാനും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ താഴോട്ട് നടന്നിറങ്ങി പോകുമ്പം അവിടെയും കുറച്ച് വെള്ളം കാണാൻ പറ്റുമായിരുന്നു. അത് നല്ല ഫ്ലോയിൽ ഇങ്ങനെ ഒഴുകി വരുന്നു, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അത് ഓരോ തട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഒഴുകി അതിരപ്പള്ളിയുടെ അതിന് കണക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതും കണ്ടിട്ട് നമ്മൾ വീണ്ടും ഇത് തന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡായിട്ട് കാണാൻ പറ്റുന്ന വേറൊരു സ്പോട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് നടന്നു പോകുമ്പം അങ്ങനെ നമ്മളൊരു പാലം കയറി ആ സ്ഥലത്തോട്ട് പോവുകയാണ്. പാലം കയറി കുറച്ച് നടന്ന് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. അപ്പം നമ്മൾ പാലത്തിൽ കൂടെ പോകുന്ന വഴിക്ക് അവിടെ കുറച്ച് വെള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ആ കുറച്ചുകൂടി നല്ല പോലെ കാണാൻ പറ്റുന്ന സ്ഥലത്തോട്ട് പോവാണ്. പോകുന്ന വഴിക്ക് നല്ല രീതിയിലുള്ള ബുഷസും അങ്ങനെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങിപ്പോയപ്പം. അത് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കണ്ടപ്പം
കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമുക്ക് അവിടെ തട്ടായിട്ടുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. ആനയിൽ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ അവിടുന്ന് തന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും അവിടുന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജേർണി സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ വന്നപ്പം ആ ഇറങ്ങിയ ചെറിയൊരു ചാർപ്പ എന്ന് പറഞ്ഞ വാട്ടർഫോൾസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് കാണാൻ പറ്റി. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് വലുതായിട്ടുള്ള വ്യൂ, അതായത് ദൂരത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു, ആ പാലവും ആ വാട്ടർഫോൾസും എല്ലാം. പിന്നെ വീണ്ടും നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ പ്ലാൻഡ് അല്ലാത്തൊരു സ്ഥലം നമുക്ക് കണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നു. ആ തൂക്കുപാലത്തിൽ കൂടെ കയറി അതിൻ്റെ അപ്പുറത്തെ എൻഡിൽ ചെല്ലുമ്പം അവിടെ വേറൊരു പാർക്കും ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എൻ്റർ ആകാൻ വീണ്ടും നമ്മൾ വേറെ ഫീ കൊടുക്കണമായിരുന്നു. നമ്മൾ അങ്ങോട്ട് എൻ്റർ ആയില്ല, ജസ്റ്റ് ഈ ബ്രിഡ്ജിൻ്റെ അങ്ങ് വരെ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ച് വന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ടൈമൊന്നും നിന്നില്ല. ഇതിൻ്റെ അങ്ങറ്റം വരെ പോയി തിരിച്ച് അതുപോലെ ഇങ്ങോട്ട് വന്നു. ഇവിടെയും ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വന്ന ടൈമിൽ അവിടെ ഒരു മരത്തിൽ മല എണ്ണാൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലുള്ള അണ്ണാനെ പോലെ അല്ലല്ലോ, കാണാൻ വളരെ ഡിഫറൻസ് ഉണ്ടായിരുന്നുണ്ട്. അതുപോലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കണ്ട് നമ്മൾ നമ്മുടെ ജേർണി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങൾ കമൻസും ഇടണം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.